BSc അഗ്രികൾച്ചറിൻ്റെ ഓൾ ഇന്ത്യ കോട്ട പ്രവേശനം എങ്ങനെയാണ്? ഇതിന് ഏത് എൻട്രൻസ് ആണ് എഴുതേണ്ടത്? 2024 നിന്ന് ഏത് എൻട്രൻസ് ആണ് എഴുതേണ്ടത്? ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങൾ ഈ ഒറ്റ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പം ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനലിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ബെല്ലൈക്കൺ അമർത്തുന്ന പക്ഷം നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സുകളും മൊബൈലിൽ പോപ്പപ്പ് ആയിട്ട് ലഭിക്കും. അപ്പോൾ ഇന്ന് ഇന്ത്യയിൽ 2800 ചില്ലുവാനത്തോളം BSc അഗ്രികൾച്ചർ അടക്കം 11ഓളം മറ്റ് അഗ്രി ബേസ്ഡ് കോഴ്സുകൾക്ക് ഓൾ ഇന്ത്യ കോട്ട വഴി പ്രവേശനമുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് 74ഓളം യൂണിവേഴ്സിറ്റികളുണ്ട്, 63ഓളം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലെ സീറ്റുകളുണ്ട്. അതിന് പുറമെ ഐക്കാറിൻ്റെ പൂർണ്ണമായിട്ട് 100% സീറ്റുകളുണ്ട്. 3 സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ സീറ്റുകളുണ്ട്. ഈ പ്രവേശനത്തിന് നിങ്ങൾ എഴുതേണ്ട പരീക്ഷ എന്ന് പറയുന്നത് CUET UG ആണ്. മുൻ വർഷങ്ങളിൽ ഐക്കാർ UG എൻട്രൻസ് എക്സാം AIE എന്ന് പറയുന്ന എൻട്രൻസ് നടത്തിയിരുന്നു. പിന്നീട് അത് NTA ഏറ്റെടുത്തു. പക്ഷേ ഇപ്പോൾ പല എൻട്രൻസ് നടത്തുന്നതിന് പകരമായിട്ട് NTA തന്നെ CUET-യിലേക്ക് ഇത് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ BSc അഗ്രികൾച്ചറും ഏതാണ്ട് 11ഓളം കോഴ്സുകൾക്ക് ഇന്ത്യയിൽ ഓൾ ഇന്ത്യ കോട്ട പ്രവേശനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും CUET എഴുതണം. അപ്പോൾ അത് സെലക്ട് ചെയ്യുമ്പോൾ അഗ്രി ബേസ്ഡ് ആയിട്ട് ബയോളജി ആൻഡ് അഗ്രി ബേസ്ഡ് ആയിട്ടുള്ള ആ ടെസ്റ്റ് പേപ്പർ നിങ്ങൾ സെലക്ട് ചെയ്താൽ മാത്രമാണ് ഇതിനകത്തേക്ക് നിങ്ങൾ ആ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുക. ഈ റാങ്ക് ലിസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പിന്നീട് ഐക്കാർ കൗൺസിലിംഗ് വഴിയാണ്, അഗ്രി കൗൺസിലിംഗ് വഴിയാണ്. പക്ഷേ ഇതിൻ്റെ പരീക്ഷ എന്ന് പറയുന്നത് CUET UG ആണ്. അപ്പോൾ നിങ്ങൾ അത് എഴുതിയതിന് ശേഷം പ്രത്യേകിച്ച് ഐക്കാറിലേക്ക് വേറെ കൗൺസിലിംഗിന് നമ്മൾ അപേക്ഷ കൊടുത്തതിന് ശേഷം റാങ്ക് ലിസ്റ്റ് ഇടുകയും പിന്നീട് കൗൺസിലിംഗ് നടത്തുകയും ചെയ്യും. അപ്പോൾ കേരളത്തിലെ അടക്കമുള്ള 15% വരുന്ന ഏതാണ്ട് ഇന്ത്യയിൽ മൊത്തം 2400 അടുപ്പിച്ച് അഗ്രികൾച്ചറിന് സീറ്റുകളുണ്ട്. ഇതെല്ലാം ഏറ്റവും മികച്ച സ്ഥാപനങ്ങളാണ്. മാത്രമല്ല കേരളത്തിന് പുറത്ത് പഠിക്കുന്ന കേരളത്തിലെ വിദ്യാർത്ഥിയാണെങ്കിൽ സ്റ്റൈപ്പൻഡ് അടക്കം സ്കോളർഷിപ്പ് അടക്കം ലഭിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു അവസരം വിട്ട് കളയരുത്. താരതമ്യേന നീറ്റിൻ്റെ അത്ര ടഫ്നെസ് ഇല്ല എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. പക്ഷേ ഓരോ വർഷവും മാറി മറിഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ ഈ നിലവിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയം വളരെ കുറച്ച് മാത്രമാണുള്ളത്. മാർച്ച് 26 ഈ വർഷത്തെ ഇപ്പം നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് അപേക്ഷ തീരുകയാണ്. പരീക്ഷാ തീയതികൾ ഒരുപക്ഷെ ജനറൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ടതൊക്കെ മാറ്റങ്ങൾ വന്നേക്കാം. അപ്പോൾ അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ നൽകുന്നുണ്ട്. ഇനി ഏറ്റവും മികച്ച സ്ഥാപനങ്ങൾ ഒരുപക്ഷെ ഇതുവഴി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് പഠിക്കാനുള്ള അവസരമുണ്ട്. ഏതാണ്ട് 10 ലക്ഷത്തോളം രൂപയ്ക്ക് ഇൻക്ലൂഡിങ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കൂടിയിട്ട് കിട്ടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് എൻട്രൻസോ മറ്റോ കാര്യങ്ങളോ ആവശ്യമില്ല. പ്രോപ്പർ ആയിട്ടുള്ളൊരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ ഏറ്റവും മികച്ച സ്ഥാപനത്തിൽ ഏറ്റവും കുറഞ്ഞ ഫീസിന് കിട്ടുന്ന സാഹചര്യവും ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അഗ്രികൾച്ചർ പഠിക്കാനായിട്ട് നമ്മൾ നോക്കുമ്പോൾ അതിന് അംഗീകാരമില്ലെങ്കിൽ വിലപ്പെട്ട 4 വർഷത്തെ സമയവും പണവും നഷ്ടമാകും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ഒരു കോളേജ് സെലക്ട് ചെയ്യേണ്ടത്, ഒരു കോളേജിന് അംഗീകാരം എങ്ങനെയാണ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നു തുടങ്ങിയിട്ടുള്ള നിരവധി വീഡിയോസ് നമ്മൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ മുകളിൽ കാർഡായിട്ട് നൽകാം. ഓക്കെ, സോ വിഷ് യു ആൾ ദ ബെസ്റ്റ്. ഏറ്റവും മികച്ച സ്ഥാപനത്തിൽ BSc അഗ്രികൾച്ചറിന് നിങ്ങൾക്കൊരു സീറ്റ് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. See you. Best wishes.